ആലപ്പുഴയിലേക്കാണ്. അവിടെ ജലപൂരത്തിനുള്ള അവസാനവട്ട ഒരുക്കമാണ്. തുടർച്ചയായ 5 വിജയങ്ങൾക്ക് ശേഷം കഴിഞ്ഞ തവണ തലനാരിഴയ്ക്ക് വെള്ളിക്കപ്പ് നഷ്ടപ്പെട്ട പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇക്കുറി വിജയത്തിൽ കുറഞ്ഞ് യാതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. മേൽപ്പാടം ചുണ്ടനിലാണ് പള്ളാത്തുരുത്തി ഇക്കുറി പുന്നമടയിൽ ജലരാജപ്പോരിന് ഇറങ്ങുന്നത്. ടീമിനൊപ്പം നമ്മുടെ സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ ആവേശത്തിലാണ് ടീം. അതേ ആവേശത്തിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് ആ റിപ്പോർട്ട് എത്തിക്കാല്ലേ? തീർച്ചയായും. രാഗി, വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഇത്തവണ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് പുന്നമടയിൽ പോരിനിറങ്ങുന്നത്. നമുക്കറിയാം 2018 മുതൽ തുടർച്ചയായി നെഹ്റു ട്രോഫി നടന്ന 5 വർഷങ്ങളിലും വിജയികളായി എത്തിയ ടീമായിരുന്നു പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. അത് CBL അടക്കം മിന്നുന്ന വിജയം കരസ്ഥമാക്കിയിരുന്നു. കഴിഞ്ഞ തവണ തലനാരിഴയ്ക്കാണ് അവർക്ക് നെഹ്റു ട്രോഫിയിൽ വിജയിക്കാൻ കഴിയാതെ വന്നത്. എന്നാൽ ഇത്തവണ ആ കുറവുകളെല്ലാം നികത്തിക്കൊണ്ട് പൂർണ്ണമായും വിജയിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ ഈ ടീമിനൊപ്പമാണ് ഞാനുള്ളത്. അവരുടെ പരിശീലനമെല്ലാം ഇന്നലെ കൊണ്ട് പൂർത്തിയാക്കിയിരുന്നു. ഇത്തവണ മേൽപ്പാടം ചുണ്ടനിലാണ് പുന്നമടയിലെ പോരിന് ഇവർ എത്തുന്നത്. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്, എങ്ങനെയായിരുന്നു ഇവരുടെ പരിശീലന രീതി, എത്ര തുഴച്ചിൽക്കാരുണ്ട്, ആ കാര്യങ്ങളെല്ലാം ഒന്ന് ചോദിച്ചറിയാം. ഇപ്പോൾ എത്ര ദിവസത്തെ പരിശീലനത്തിന് ശേഷമാണ് നിങ്ങൾ എത്തുന്നത്? എത്രത്തോളം വിജയപ്രതീക്ഷയാണുള്ളത്? ഒരു 40 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ഞങ്ങൾ നാളെ മത്സരത്തിന് ഇറങ്ങുന്നത്. ഞങ്ങളുടെ ട്രെയിനിങ്ങിലും ഞങ്ങളുടെ ടീം ലൈനപ്പിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. ഇപ്പം 1988 ആദ്യം വെള്ളംകുളങ്ങര ചുണ്ടൻ വിജയം നേടുന്നത്. അതിനുശേഷം 98 ചമ്പക്കുളത്തിൽ വിജയിക്കുന്നു. 2018 മുതൽ ഇങ്ങോട്ട് ഈ 8 വരുന്ന വർഷങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്ന ഒരു രീതി കൂടിയുണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് തുടർച്ചയായിട്ട് 5 തവണ വിജയിച്ചു. കഴിഞ്ഞ തവണ ചെറിയ ഒരു പോരായ്മ വന്നു, അത്തരത്തിൽ വെള്ളിക്കപ്പിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഇത്തവണ ആ കുറവുകളെല്ലാം നികത്തിയാണോ എത്തിയിട്ടുള്ളത്? 100% ഞങ്ങൾ വിജയിച്ചിരിക്കും. എങ്ങനെയുണ്ട് നിങ്ങളുടെ പരിശീലനം? എങ്ങനെയായിരുന്നു? എത്ര തുഴച്ചിൽക്കാരാണുള്ളത്? അത്തരം ടീമിൻ്റെ ഒരു ലൈനപ്പ് കൂടെ. ഞങ്ങൾ 111ഓളം ടീമുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. മൊത്തം 125 മേളിൽ ടീമുകൾ, മൊത്തം പങ്കായക്കാരും തുഴച്ചിക്കാരും എല്ലാം ഉണ്ട്. അതിൽ ഏറ്റവും മികച്ചവരെയാണോ ഇപ്പം മത്സരത്തിനേക്ക്? നമ്മുടെ വള്ളത്തിൽ 82 തുഴച്ചിക്കാർ നമ്മൾ കയറ്റത്തുള്ളൂ. അതായത് ഏറ്റവും പെർഫോമൻസ് ആയിട്ടുള്ള 82 പേരെ കയറ്റും. ഈ വർഷം, കഴിഞ്ഞ വർഷം ഞങ്ങൾ കണ്ണീരോടെയാണ് മടങ്ങിയത് ട്രാക്കിൽ നിന്ന്. ഈ വർഷം തിരിച്ചു പിടിക്കും. PVCയുടെ വലിയൊരു തിരിച്ചുവരവായിരിക്കും ഈ വർഷം ട്രാക്കിലുണ്ടാകുക. ഇപ്പം നമുക്ക് ലാസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശീലനത്തിൽ വളരെ മെച്ചപ്പെട്ടൊരു പൂർണ്ണമായും സെറ്റായ ഒരു ടീമിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ ആ പരിശീലനത്തിൻ്റെ മികവും കഴിഞ്ഞ വർഷത്തെ പോരാളികളുണ്ട്, അത് കണ്ടുപിടിച്ച് തിരുത്തിയാണ് ഈ വർഷം ആ പോരാളികൾ മാറ്റിക്കൊണ്ട് പള്ളാത്തുരുത്തിയെ വിജയത്തിലെത്തിക്കുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. നാളെ എന്ന വള്ളംകളിയുടെ ദിവസം വൈകുന്നേരം 5 മണിയാകുമ്പോൾ PVC പള്ളാത്തുരുത്തി നെഹ്റു ട്രോഫി നല്ല വിജയം നേടിയിരിക്കും. എവിടെ നിന്നൊക്കെ ഉള്ളവരാണ് തുഴച്ചിൽക്കാർ? ഇതര സംസ്ഥാന തുഴച്ചിൽക്കാരും ഉണ്ട്. ഈ നമുക്ക് ഈ ഇതര സംസ്ഥാന തുഴച്ചിക്കാരുണ്ട്. അതിനകത്ത് നമ്മൾ ഒരു 11 പേരെ നമ്മുടെ വള്ളത്തെ വെക്കത്തുള്ളൂ. 11 തുഴച്ചിക്കാരെ PVCയുടെ വള്ളത്തെ കാണത്തുള്ളൂ. മറ്റ് സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളുകൾ 11 പേര്. ബാക്കി മുഴുവൻ നാട്ടിലെ തുഴച്ചിക്കാരുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ നമ്മുടെ ടീമിനകത്തുണ്ട്. അങ്ങനെയുണ്ട്. മേപ്പാടം ചുണ്ടനിലെ ഒരു പെർഫോമൻസ്, ചുണ്ടൻ എത്രത്തോളം അനുയോജ്യമാണ്? മേപ്പാടം ചുണ്ടൻ കഴിഞ്ഞ വർഷം പരാജയത്തിലാണ് നമ്മൾ പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം വിജയിക്കാൻ വേണ്ടി തന്നെയാണ് ആ വള്ളത്തെ, തോറ്റ വള്ളത്തെ വിജയിപ്പിച്ച് കാണിക്കുക ഒരു ചലഞ്ച് കൂടാണ് PVC ഈ വർഷം ഉള്ളത്. മേപ്പാടം വിജയിച്ച കന്നിക്കപ്പല്ലേ അവർക്ക്? തീർച്ചയായിട്ടും കരയ്ക്ക് കന്നിക്കപ്പ്. PVCക്ക് ഇത് ഒരു വർഷം പോയെങ്കിലും 6ാമത്തെ കപ്പ് തുടർച്ചയായിട്ട്. ഒരു വർഷം 25 പരാജയപ്പെട്ടെങ്കിലും 26 അത് തിരിച്ചെടുക്കാൻ പോവുകയാണ് PVC. എങ്ങനെയുണ്ട് പരിശീലനത്തിലെല്ലാം? പൂർണ്ണ തൃപ്തിയിലാണ്? പിന്നെ ഞങ്ങൾ പൂർണ്ണ തൃപ്തിയിലാണ്. ഞങ്ങൾക്കെതിരെന്ന് വെച്ചാൽ 10 വള്ളക്കാർ തന്നെ ഞങ്ങൾക്ക് എതിര് തന്നെ വരുന്നുണ്ട്. അവരെയെല്ലാം ഞങ്ങളുടെ പ്രാക്ടീസ് അതുപോലെയാണ്. ഞങ്ങൾ തീർച്ചയായും ഇത്തവണ ഞങ്ങൾ കപ്പടിച്ചിരിക്കും. അതുതന്നെയാണ്, പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് എത്തുന്നത്. ഇതിൽ കൃത്യമായി 40 ദിവസം നീണ്ടുനിന്ന പരിശീലനം, ആ പരിശീലനത്തിന് ശേഷം ഇപ്പോൾ നാളെ മത്സരത്തിന് ഇറങ്ങുകയാണ്. ഇപ്പോൾ പരിശീലകൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് ചേട്ടാ ടീമിൻ്റെ ഒരു പെർഫോമൻസ്? വളരെ നല്ലതാണ്. ഈ വർഷം കഴിഞ്ഞ വർഷത്തിൽ നല്ല ബെറ്ററായിട്ടാണ് ഞങ്ങൾ പരിശീലനം നടന്നിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും കഴിഞ്ഞ കൊല്ലത്തിലും ഞങ്ങൾ ഇച്ചിരി കൂടെ ബെറ്ററാക്കിയാണ് പോയിരിക്കുന്നത്. ജയിക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. ഈ പരിശീലനത്തിൻ്റെ രീതിയൊക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങളൊരു 40 ദിവസത്തെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു, ക്യാമ്പായിരുന്നു. അതിനകത്ത് ഞങ്ങൾ എല്ലാം സ്ട്രെങ്തും എൻഡോറൻസും ടെക്നിക്കും എല്ലാം ചെയ്താണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കപ്പടിക്കും. നെഹ്റു ട്രോഫി 2026 ഞങ്ങൾ എടുക്കും എന്നുള്ളൊരു വിശ്വാസമാണ് ഞങ്ങൾക്ക്. വള്ളത്തിലുള്ള അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം തീർന്ന് ഇന്നുകൊണ്ട് തീരും. വള്ളം നാളെ 8 മണിയാകുമ്പോൾ ഇറങ്ങും. നാളെ രാവിലെ 8 മണിയാകുമ്പം
പുന്നമട ടീം മേൽപ്പാടം ചുണ്ടനിൽ മത്സരത്തിനായി പള്ളാത്തുരുത്തി ടീം പുന്നമടയിലേക്ക് തിരിക്കുകയാണ്. വളരെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കുക. ഇത്തവണ നമുക്കറിയാം ഏതാണ്ട് 10ഓളം ടീമുകൾ വലിയ രീതിയിൽ പരിശീലനം നേടിയാണ് എത്തുന്നത്. അതിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായ 5 വിജയത്തിന് ശേഷം ഉണ്ടായ ഒരു പരാജയം, അതിൻ്റെ ഒരു പകരം വീട്ടലിന് കൂടിയുള്ള വേദിയായി പുന്നമടയെ തിരഞ്ഞെടുക്കുകയാണ്. പുന്നമടയിൽ നാളെ അംഗത്തിനിറങ്ങുമ്പോൾ അവർക്ക് വിജയത്തിൽ കുറഞ്ഞ് ഒരു ലക്ഷ്യവുമില്ല. അവർക്ക് നമുക്കറിയാം തുടർച്ചയായ 5 വിജയം, കഴിഞ്ഞ തവണ കൂടെ വിജയിച്ചിരുന്നെങ്കിൽ ഡബിൾ ഹാട്രിക് എന്ന അപൂർവ നേട്ടം കൂടി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് ലഭിക്കുമായിരുന്നു. അത് തലനാരിഴയ്ക്ക് നഷ്ടപ്പെട്ടു. അതിൻ്റെ പകരം വീട്ടലിനായിട്ടാണ് നാളെ ഈ ടീം പൂർണ്ണ സജ്ജമായി പുന്നമടയിലേക്ക് എത്തുന്നത്.